Hello dear students, welcome to Happy Maths Hour. I am Arathi. Multiplication table tricks. 1 മുതൽ 12 വരെയുള്ള നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ സിമ്പിൾ ആയി പഠിക്കാനും ഓർത്തിരിക്കാനുമുള്ള ട്രിക്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഈ രീതിയിൽ പഠിച്ചാൽ പിന്നെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒരിക്കലും മറക്കില്ല. നമുക്ക് ക്ലാസ് തുടങ്ങാം. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് 1. 1ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓർത്ത് വെക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ഏത് നമ്പറിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും തിരിച്ചു നമുക്ക് ആ നമ്പർ തന്നെ കിട്ടും. 1 times 1 equal to 1, 1 times 2 equal to 2, 1 times 3 equal to 3, 1 times 4 equal to 4, 1 times 5 equal to 5, 1 times 6 equal to 6, 1 times 7 equal to 7, 1 times 8 equal to 8, 1 times 9 equal to 9 and 1 times 10 equal to 10. 2 times multiplication table. Trick 1. 2 rows ഉം 2 columns ഉള്ള രണ്ട് ചെറിയ ടേബിൾസ് ആദ്യം വരയ്ക്കണം. ഇതുപോലെ രണ്ട് ചെറിയ ടേബിൾ വരയ്ക്കണം. ഇത് നമ്മുടെ ടോപ്പ് ടേബിൾ, ഇത് നമ്മുടെ ബോട്ടം ടേബിൾ. ഓക്കെ, ആദ്യം നമ്മൾ യൂണിറ്റ് ഡിജിറ്റ്സ് ആണ് ഫിൽ ചെയ്യുന്നത്. ടോപ്പ് ടേബിളിൽ നമ്മൾ 2, 4, 6, 8 എന്ന് എഴുതണം. ഔട്ട് സൈഡ് ഒരു 0 കൊടുക്കണം. അതുപോലെ ബോട്ടം ടേബിളിൽ നമ്മൾ 2, 4, 6, 8 എന്ന് എഴുതണം. ഔട്ട് സൈഡ് ഒരു 0 കൊടുക്കണം. ഇനി നമുക്ക് ടെൻസ് ഡിജിറ്റ് ഫിൽ ചെയ്യാം. ഓക്കെ, ടോപ്പ് ടേബിളിൽ ടെൻസ് ഡിജിറ്റ് എല്ലാം 0, 0, 0, 0. ബോട്ടം ടേബിളിൽ ടെൻസ് ഡിജിറ്റ് എല്ലാം 1, 1, 1, 1. ഇനി രണ്ട് സീറോസ് ഔട്ട് സൈഡിലെ ടോപ്പ് 0യിൽ നമ്മൾ ടെൻസ് ഡിജിറ്റ് 1 കൊടുക്കണം. ബോട്ടം 0യ്ക്ക് നമ്മൾ ടെൻസ് ഡിജിറ്റ് 2 കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് ചെക്ക് ചെയ്യാം. 2 times 1 equal to 2, 2 times 2 equal to 4, 2 times 3 equal to 6, 2 times 4 equal to 8, 2 times 5 equal to 10, 2 times 6 equal to 12, 2 times 7 equal to 14, 2 times 8 equal to 16, 2 times 9 equal to 18, and 2 times 10 equal to 20. Finished. Trick 2. 2 rows ഉം 5 columns ഉള്ള ഒരു ടേബിൾ ആദ്യം വരയ്ക്കണം. ഇതുപോലൊരു ടേബിൾ വരയ്ക്കണം. ബ്ലൂ കളറിലുള്ളതാണ് ടോപ്പ് റോ, ഗ്രീൻ കളറിലുള്ളതാണ് ബോട്ടം റോ. ഇനി നമുക്ക് ആദ്യം യൂണിറ്റ് ഡിജിറ്റ്സ് ഫിൽ ചെയ്യാം. യൂണിറ്റ് ഡിജിറ്റ്സിന്റെ പാറ്റേൺ എന്താണ്? 2, 4, 6, 8, 0. നമുക്ക് ഫിൽ ചെയ്യാം. 2, 4, 6, 8, 0. ബോട്ടം റോയിലും സെയിം തന്നെ ഫിൽ ചെയ്യാം. 2, 4, 6, 8, 0. ഇനി നമുക്ക് ടെൻസ് ഡിജിറ്റ് ഫിൽ ചെയ്യാം. ടോപ്പ് റോയിൽ ടെൻസ് ഡിജിറ്റ് 0, 0, 0, 0, 0. 0യുടെ അവിടെ മാത്രം 1. ഓക്കെ, ഇനി ബോട്ടം റോയിൽ ടെൻസ് ഡിജിറ്റ് 1, 1, 1, 1, 1. 0യുടെ അവിടെ മാത്രം 2. ഓക്കെ, ഇനി നമുക്ക് ചെക്ക് ചെയ്യാം. 2 times 1 equal to 2, 2 times 2 equal to 4, 2 times 3 equal to 6, 2 times 4 equal to 8, 2 times 5 equal to 10, 2 times 6 equal to 12, 2 times 7 equal to 14, 2 times 8 equal to 16, 2 times 9 equal to 18, and 2 times 10 equal to 20. Finished. Trick 3. ഇനി നമ്മൾ സിമ്പിൾ അഡീഷൻ യൂസ് ചെയ്തിട്ട് 2 ടൈംസ് ടേബിൾ എഴുതാൻ പോവാണ്. 2 times 1, 2 times 1 equal to 1 plus 1, 2. ഇനി 2 times 2, 2 times 2 equal to 2 plus 2, 4. ഇനി 2 times 3 equal to 3 plus 3, 6. ഇനി 2 times 4 equal to 4 plus 4, 8.
ഇനി 2 times 5 equal to 5 plus 5, 10. ഇനി 2 times 6 equal to 6 plus 6, 12. ഇനി 2 times 7 equal to 7 plus 7, 14. ഇനി 2 times 8 equal to 8 plus 8, 16. ഇനി 2 times 9 equal to 9 plus 9, 18. ഇനി 2 times 10, 10 plus 10 equal to 20. Finished. 3 times multiplication table. ആദ്യം നമുക്ക് 3 റോസും 3 കോളംസും ഉള്ള ഒരു ടേബിൾ വരയ്ക്കണം. ദാ ഇതുപോലൊരു ടേബിൾ വരയ്ക്കണം. ഇത് നമ്മുടെ ഫസ്റ്റ് റോ, ഇത് നമ്മുടെ സെക്കൻഡ് റോ, ഇത് നമ്മുടെ തേർഡ് റോ. ഓക്കെ, ഇനി നമ്മൾ യൂണിറ്റ് ഡിജിറ്റ്സ് എല്ലാം ഫിൽ ചെയ്യാൻ പോവാണ്. ദാ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശ്രദ്ധിച്ചോ, 1 2 3 4 5 6 7 8 9. ഈ 7ന്റെ അപ്പുറത്ത് ഒരു 0 ഇട്ട് കൊടുത്തേ. ഓക്കെ, ഇനി നമുക്ക് 10th ഡിജിറ്റ് ഫിൽ ചെയ്യാം. ഫസ്റ്റ് റോയിലെ 10th ഡിജിറ്റ് എല്ലാം 0 0 0. സെക്കൻഡ് റോയിലെ 10th ഡിജിറ്റ് എല്ലാം 1. തേർഡ് റോയിലെ 10th ഡിജിറ്റ് എല്ലാം 2. ഈ 0ക്ക് മാത്രം 3. ഓക്കെ, ഇനി നമുക്ക് ചെക്ക് ചെയ്യാം. 3 times 1 equal to 3. 3 times 2 equal to 6. 3 times 3 equal to 9. 3 times 4 equal to 12. 3 times 5 equal to 15. 3 times 6 equal to 18. 3 times 7 equal to 21. 3 times 8 equal to 24. 3 times 9 equal to 27. And 3 times 10 equal to 30. Finished. 4 times multiplication table. ആദ്യം ഇതുപോലെ രണ്ട് m വരയ്ക്കണം. ഇത് നമ്മുടെ ഫസ്റ്റ് m, ഇത് നമ്മുടെ സെക്കൻഡ് m. ഓക്കെ, ആദ്യം നമുക്ക് യൂണിറ്റ് പ്ലേസ് ഫിൽ ചെയ്യാം. ഫിൽ ചെയ്യേണ്ട പാറ്റേൺ എന്താണെന്ന് നമുക്ക് നോക്കാം. 2 4 6 8 0. ഈ പാറ്റേൺ ഞാൻ എഴുതുന്നത് പോലെ തന്നെ ഫിൽ ചെയ്യണേ. 2 4 6 8 0. 2 4 6 8 0. അങ്ങനെ നമ്മൾ യൂണിറ്റ് പ്ലേസ് ഫിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 10th പ്ലേസ് ഫിൽ ചെയ്യാം. ഫസ്റ്റ് എമ്മിന്റെ ടോപ്പിൽ നമുക്ക് 2 സീറോസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഫസ്റ്റ് എമ്മിന്റെ ബോട്ടത്തിൽ നമുക്ക് 2 1 ഇട്ട് കൊടുക്കാം. 0യുടെ അവിടെ മാത്രം 2 ഇട്ട് കൊടുക്കാം. ഇനി സെക്കൻഡ് എമ്മിന്റെ ടോപ്പിൽ നമുക്ക് 2 ഇട്ട് കൊടുക്കാം. അതുപോലെ സെക്കൻഡ് എമ്മിന്റെ ബോട്ടത്തിൽ നമുക്ക് 3 ഇട്ട് കൊടുക്കാം. 0യുടെ അവിടെ മാത്രം 4. ഓക്കെ, ഇനി നമുക്ക് ചെക്ക് ചെയ്യാം. 4 times 1 equal to 4. 4 times 2 equal to 8. 4 times 3 equal to 12. 4 times 4 equal to 16. 4 times 5 equal to 20. 4 times 6 equal to 24. 4 times 7 equal to 28. 4 times 8 equal to 32. 4 times 9 equal to 36. 4 times 10 equal to 40. Finished. 5 times multiplication table. ആദ്യം നമ്മൾ 2 റോസും 5 കോളംസും ഉള്ള ഒരു ടേബിൾ വരയ്ക്കണം. എന്നിട്ട് നമ്മൾ ഇനി യൂണിറ്റ് ഡിജിറ്റ്സ് ആദ്യം ഫിൽ ചെയ്ത് കൊടുക്കും. യൂണിറ്റ് ഡിജിറ്റ്സ് എങ്ങനെ ഫിൽ ചെയ്യുമെന്ന് നോക്കാം. 5 0 5 0 5 0 5 0 5 0. ഇങ്ങനെ ഫിൽ ചെയ്യണം. ഇനി നമ്മൾ 10th ഡിജിറ്റ് ഫിൽ ചെയ്യാൻ പോവാം. 10th ഡിജിറ്റ് ഫിൽ ചെയ്യേണ്ട പാറ്റേൺ എന്താണെന്ന് അറിയോ? 0 1 1 2 2 3 3 4 4 5. ഇത് ഇതേപടി ഫിൽ ചെയ്യാം. അതായത് 0 1 1 2
2, 3, 3, 4, 4, 5. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം. 5 times 1 equal to 5, 5 times 2 equal to 10, 5 times 3 equal to 15, 5 times 4 equal to 20, 5 times 5 equal to 25, 5 times 6 equal to 30, 5 times 7 equal to 35, 5 times 8 equal to 40, 5 times 9 equal to 45, 5 times 10 equal to 50. Finished. നമ്മൾ നേരത്തെ പഠിച്ച 5 times ടേബിൾ ദാ നമുക്ക് ഇങ്ങനെയും എഴുതാം. അതായത് 2 കോളംസും 10 റോസും ഉള്ളൊരു ടേബിൾ ആദ്യം വരയ്ക്കാം. ഇനി നമ്മളൊരു പാറ്റേൺ ഫില്ല് ചെയ്യാൻ പോവാണ്. സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ 0, 5, 0, 5, 0, 5, 0, 5, 0, 5, 0, 5. സ്റ്റോപ്പ് ചെയ്യാം. ഇനി വെർട്ടിക്കൽ ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്ന അടുത്ത പാറ്റേൺ 1, 1, 2, 2, 3, 3, 4, 4. ഓക്കെ, ഫില്ല് ചെയ്യാം. 1, 1, 2, 2, 3, 3, 4, 4. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം. 5 times 1 equal to 5, 5 times 2 equal to 10, 5 times 3 15, 5 times 4 20, 5 times 5 25, 5 times 6 30, 5 times 7 35, 5 times 8 40, 5 times 9 45, 5 times 10 50. 6 times multiplication table. Trick 1. 5 times table അറിയാമെങ്കിൽ നമുക്ക് 6 times table സിമ്പിൾ ആയിട്ട് എഴുതാം. ഓക്കെ, 5 times table എല്ലാവർക്കും അറിയാമല്ലോ. എന്താണ് 5 times table? 5 times 1 equal to 5, 5 times 2 10, 5 times 3 15, 5 times 4 20, 5 times 5 25, 5 times 6 30, 5 times 7 35, 5 times 8 40, 5 times 9 45, 5 times 10 50. 5 times ടേബിളിൽ നിന്ന് എങ്ങനെ സിമ്പിൾ ആയിട്ട് 6 times ടേബിൾ എഴുതാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ടോപ്പ് ടു ബോട്ടം പ്ലസ് സൈൻ ഇടുക. ഓക്കെ, പ്ലസ് സൈൻ പ്ലസ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? ടോപ്പ് ടു ബോട്ടം നമ്മൾ 1 2 3 അപ് ടു 10 വരെ എഴുതും. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇനി എന്താണ് 5 plus 1 6, 10 plus 2 12, 15 plus 3 18, 20 plus 4 24, 25 plus 5 30, 30 plus 6 36, 35 plus 7 42, 40 plus 8 48, 45 plus 9 54, 50 plus 10 60. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം. 6 times 1 equal to 6, 6 times 2 equal to 12, 6 times 3 18, 6 times 4 24, 6 times 5 30, 6 times 6 36, 6 times 7 42, 6 times 8 48, 6 times 9 54, 6 times 10 60. എത്ര ഈസി ആയിട്ടാണ് നമ്മൾ 5 times ടേബിളിൽ നിന്ന് 6 times ടേബിൾ എഴുതിയത്. ഫിനിഷ്ഡ്. നമ്മൾ ഇപ്പോൾ പഠിച്ച ട്രിക്ക് ഒന്നുകൂടെ നീറ്റ് ആയിട്ട് ഞാൻ മാറ്റി എഴുതിയതാണ്. ട്രിക്ക് 2. 3 times ടേബിൾ പഠിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് 6 times ടേബിൾ പഠിക്കാം. 3 times ടേബിളിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി 6 times ടേബിൾ പഠിക്കാൻ നമുക്ക് 3 റോസും 3 കോളംസും ഉള്ള 2 ടേബിളിന്റെ ആവശ്യമുണ്ട്. ഇതുപോലെ 2 ടേബിൾ വേണം. ഓക്കെ, ഇത് ടേബിൾ 1, ഇത് നമ്മുടെ ടേബിൾ 2. ഓക്കെ, ഇത് ടേബിൾ 1ന്റെ ഫസ്റ്റ് റോ, ഇത് ടേബിൾ 1ന്റെ സെക്കൻഡ് റോ, ഇത് ടേബിൾ 1ന്റെ തേർഡ് റോ. ഇത് ടേബിൾ 2ന്റെ ഫസ്റ്റ് റോ, ഇത് ടേബിൾ 2ന്റെ സെക്കൻഡ് റോ, ഇത് ടേബിൾ 2ന്റെ തേർഡ് റോ. ഇനി നമുക്ക് നമ്പേഴ്സ് ഫില്ല് ചെയ്യാം. യൂണിറ്റ് പ്ലേസ് നമുക്ക് ആദ്യം ഫില്ല് ചെയ്യാം. സ്റ്റാർട്ടിംഗ് ഫ്രം ഹിയർ 1 2 3 4 5 6 7
8, 9. Take 0 here. 7 അപ്പുറത്തൊരു 0 ഇടാൻ മറന്നു പോകരുത്. സെയിം രീതിയിൽ ഇവിടെ ഫില്ല് ചെയ്യാം. ടേബിൾ 2ൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 0. ഈ 0 ഇടാൻ മറക്കല്ലേ. ഇനി നമുക്ക് ടെൻസ് പ്ലേസ് ഫില്ല് ചെയ്യാം. ടേബിൾ 1ന്റെ ഫസ്റ്റ് റോയിലെ ടെൻസ് പ്ലേസ് എല്ലാം 0. ടേബിൾ 1ന്റെ സെക്കൻഡ് റോയിലെ ടെൻസ് പ്ലേസ് എല്ലാം 1. ടേബിൾ 1ന്റെ തേർഡ് റോയിലെ ടെൻസ് പ്ലേസ് എല്ലാം 2. ഓക്കെ, ഈ 0ക്ക് മാത്രം 3. ഇനി ടേബിൾ 2ന്റെ ഫസ്റ്റ് റോയിലെ ടെൻസ് പ്ലേസ് എല്ലാം 3. ടേബിൾ 2ന്റെ സെക്കൻഡ് റോയിലെ ടെൻസ് പ്ലേസ് എല്ലാം 4. ടേബിൾ 2ന്റെ തേർഡ് റോയിലെ ടെൻസ് പ്ലേസ് എല്ലാം 5. ഓക്കെ, ഈ 0ക്ക് മാത്രം 6. ആക്ച്വലി നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് 3 times 1 മുതൽ 3 times 20 വരെയുള്ള ടേബിൾ ആണ്. ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് 6 times ടേബിൾ എഴുതാൻ നോക്കാം. സീ ദ മാജിക്. ഞാനിവിടെ 6 സർക്കിൾ ചെയ്തു, 12 ഞാൻ സർക്കിൾ ചെയ്തു, 18, 24, 30, 36, 42, 48, 54, 60. ഇനി നമുക്ക് ഇവരെ ഒന്ന് കണക്ട് ചെയ്യാം. 6 കഴിഞ്ഞാൽ 12, 18, 24, 30, 30 കഴിഞ്ഞാൽ 36, 36 in 42, 48, 54, 60. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം. 6 times 1 equal to 6. 6 times 2, 12. 6 times 3, 18. 6 times 4, 24. 6 times 5, 30. 6 times 6, 36. 6 times 7, 42. 6 times 8, 48. 6 times 9, 54. 6 times 10, 60. Finished. ഇപ്പോൾ പഠിച്ച കാര്യം നമുക്ക് ഒന്നുകൂടെ പറയാം. 6 times 1 equal to 6. 6 times 2, 12. 6 times 3, 18. 6 times 4, 24. 6 times 5, 30. 6 times 6, 36. 6 times 7, 42. 6 times 8, 48. 6 times 9, 54. And 6 times 10, 60. 7 times multiplication table. 7 times multiplication table പഠിക്കാനായിട്ട് 3 റോസും 3 കോളംസും ഉള്ള ഒരു ടേബിൾ ആദ്യം നമ്മൾ വരയ്ക്കണം. ഇതുപോലൊരു ടേബിൾ വരയ്ക്കണം. ഇത് നമ്മുടെ ഫസ്റ്റ് റോ, ഇത് നമ്മുടെ സെക്കൻഡ് റോ, ഇത് നമ്മുടെ തേർഡ് റോ. ഇനി നമ്മൾ യൂണിറ്റ് പ്ലേസ് ആദ്യം ഫില്ല് ചെയ്യും. എങ്ങനെയാ ഫില്ല് ചെയ്യുന്നതെന്ന് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9 and put a 0 here. 3യുടെ അടുത്തായിട്ട് വേണം 0 ഇടാനായിട്ട്. ഇനി നമുക്ക് ടെൻസ് പ്ലേസ് ഫില്ല് ചെയ്യാം. ഫസ്റ്റ് റോ ആദ്യം ഫില്ല് ചെയ്യാം. 0, 1, 2. 2ലല്ലേ ടെൻസ് പ്ലേസ് ഫസ്റ്റ് റോയിൽ എൻഡ് ചെയ്തത്. അതുകൊണ്ട് സെക്കൻഡ് റോയിലെ ടെൻസ് പ്ലേസ് 2ൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. 2, 3, 4. 4ലല്ലേ സെക്കൻഡ് റോയുടെ ടെൻസ് പ്ലേസ് എൻഡ് ചെയ്തത്. അതുകൊണ്ട് 4ൽ നിന്ന് വേണം തേർഡ് റോയുടെ ടെൻസ് പ്ലേസ് സ്റ്റാർട്ട് ചെയ്യാൻ. 4, 5, 6 and here 7. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം. 7 times 1 equal to 7. 7 times 2, 14. 7 times 3, 21. 7 times 4, 28. 7 times 5, 35. 7 times 6, 42. 7 times 7, 49. 7 times 8, 56. 7 times 9, 63. 7 times 10, 70. Finished.
8 times multiplication table. 8 times multiplication table പഠിക്കാനായിട്ട് ആദ്യം നമ്മൾ 5 കോളംസും 2 റോസും ഉള്ളൊരു ടേബിൾ വരയ്ക്കണം. ഇതുപോലൊരു ടേബിൾ വരയ്ക്കണം. ഇത് നമ്മുടെ ഫസ്റ്റ് റോ, ഇത് നമ്മുടെ സെക്കൻഡ് റോ. ഇനി നമ്മൾ ആദ്യം യൂണിറ്റ് പ്ലേസ് ആണ് ഫിൽ ചെയ്യുന്നത്. യൂണിറ്റ് പ്ലേസ് ഫിൽ ചെയ്യാനുള്ള പാറ്റേൺ നോക്കാം. 8 6 4 2 0. ഫസ്റ്റ് റോയിലും സെക്കൻഡ് റോയിലും യൂണിറ്റ് പ്ലേസ് നമുക്ക് ആദ്യം ഫിൽ ചെയ്ത് കൊടുക്കാം. 8 6 4 2 0. 8 6 4 2 0. ഇനി നമുക്ക് ടെൻസ് പ്ലേസ് ഫിൽ ചെയ്യാം. ആദ്യം നമുക്ക് ഫസ്റ്റ് റോയിലെ ടെൻസ് പ്ലേസ് ഫിൽ ചെയ്യാം. 0 1 2 3 4. 4-ലല്ലേ ഫസ്റ്റ് റോയിലെ ടെൻസ് പ്ലേസ് എൻഡ് ചെയ്തത്. അതുകൊണ്ട് സെക്കൻഡ് റോയിലെ ടെൻസ് പ്ലേസ് 4-ൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. 4 5 6 7 8. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം. 8 times 1 equal to 8. 8 times 2 16. 8 times 3 24. 8 times 4 32. 8 times 5 40. 8 times 6 48. 8 times 7 56. 8 times 8 64. 8 times 9 72. 8 times 10 80. Finished. നമ്മൾ ഇപ്പോൾ പഠിച്ച 8 ടൈംസ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വേറൊരു രീതിയിലും കൂടെ എഴുതാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് 2 കോളംസും 10 റോസും ഉള്ള ഒരു ടേബിൾ നമ്മൾ ആദ്യം വരയ്ക്കണം. ഇനി നമുക്ക് ആദ്യം ടെൻസ് പ്ലേസ് ഫിൽ ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കാം. 0-ൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. 0 1 2 3 4. 4 എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഒരു 4 കൂടെ എഴുതാം. 4. അതിനുശേഷം വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. 5 6 7 8. ഇനി നമുക്ക് യൂണിറ്റ് പ്ലേസ് ഫിൽ ചെയ്യാം. 8 6 4 2 0. 8 6 4 2 0. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം. 8 times 1 equal to 8. 8 times 2 16. 8 times 3 24. 8 times 4 32. 8 times 5 40. 8 times 6 48. 8 times 7 56. 8 times 8 64. 8 times 9 72. 8 times 10 80. 9 times multiplication table. 9 times multiplication table സിമ്പിൾ ആയി പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം 2 കോളംസും 10 റോസും ഉള്ള ഒരു ടേബിൾ വരയ്ക്കണം. ഇനി നമുക്ക് ആദ്യം 10th ഡിജിറ്റ് അങ്ങ് ഫിൽ ചെയ്യാം. 10th ഡിജിറ്റ് എങ്ങനെ ഫിൽ ചെയ്യുമെന്ന് അറിയോ? 0 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സ് മേളിൽ നിന്ന് താഴോട്ട് എഴുതുക. എങ്ങനെയാണെന്ന് നോക്കാം. 0 1 2 3 4 5 6 7 8 9. 10th ഡിജിറ്റ് ഫിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് ഫിൽ ചെയ്യാം. യൂണിറ്റ് ഡിജിറ്റ് എങ്ങനെ ഫിൽ ചെയ്യണമെന്ന് അറിയോ? 0 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സ് താഴെ നിന്ന് മേളിലോട്ട് ഫിൽ ചെയ്യാം. ഓക്കെ, താഴെ നിന്ന് മേളിലോട്ട് വേണം യൂണിറ്റ് ഡിജിറ്റ് ഫിൽ ചെയ്യാൻ. നോക്കാം. 0 1 2 3 4 5 6 7 8 9. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം. 9 times 1 equal to 9. 9 times 2 18. 9 times 3 27. 9 times 4 36. 9 times 5 45. 9 times 6 54. 9 times 7 63. 9 times 8 72. 9 times 9 81. 9 times 10 90. Finished. ഇനി 9 ടൈംസ് ടേബിളിലെ ഒന്ന് രണ്ട് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. 9 times 1 എന്ന് പറഞ്ഞാൽ നമുക്ക് 9 ആണ് കിട്ടുന്നത് അല്ലേ? 0 9. അപ്പൊ 0 plus 9 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 9 തന്നെ കിട്ടും. 9 times 2 എന്താ? 18 അല്ലേ? 18ന്റെ ഡിജിറ്റ്സ് ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. 1 plus 8 equal to 9. 9 times 3 എന്താണ്? 27. അപ്പൊ 2 plus 7 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും?
9. 9 times 4 എന്താ 36. അപ്പോൾ 3 plus 6 ആഡ് ചെയ്ത് നോക്കൂ, അതും 9. 9 times 5 equal to 45. അപ്പോൾ 4 plus 5 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 9 തന്നെ കിട്ടും. 9 times 6 എന്ന് പറഞ്ഞാൽ 54 ആണ്. അപ്പോൾ 5 plus 4 ആഡ് ചെയ്താൽ നമുക്ക് 9 കിട്ടും. 9 times 7 63 ആണ്. അപ്പോൾ 6 plus 3 ആഡ് ചെയ്താൽ നമുക്ക് 9 കിട്ടും. 9 times 8 72. അപ്പോൾ 7 plus 2 ആഡ് ചെയ്താൽ നമുക്ക് 9 തന്നെ കിട്ടും. 9 times 9 81. അപ്പം 8 plus 1 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 9 തന്നെ കിട്ടും. 9 times 10 എന്ന് പറഞ്ഞാൽ 90. അപ്പം 9 plus 0 ആഡ് ചെയ്താൽ നമുക്ക് 9 തന്നെ കിട്ടും. 9 times 1 എന്താണ്? 09. 9 times 10 എന്താണെന്ന് അറിയോ? 90. അതായത് ഡിജിറ്റ്സ് നേരെ തിരിഞ്ഞു. 9 times 2 എന്താണ്? 18. 9 times 9 എന്താ? 81. ഡിജിറ്റ്സ് നേരെ തിരിഞ്ഞു. 9 times 3 എന്താണെന്ന് അറിയോ? 27. 9 times 8 72. ഡിജിറ്റ്സ് തിരിഞ്ഞു. 9 times 4 36. 9 times 7 63. 9 times 5 45. 9 times 6 54. Okay. 10 times multiplication table. 10 ന്റെ multiplication table ഓർത്ത് വയ്ക്കാൻ വളരെ എളുപ്പമാണ്. 10 times 1 എന്താണ്? 10 തന്നെ വരും. 10 times 2 20. 10 times 3 30. 10 times 4 40. 10 times 5 50. 10 times 6 60. 10 times 7 70. 10 times 8 80. 10 times 9 90. 10 times 10 100. നമ്മൾ ഏത് നമ്പറിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ആ നമ്പറിനൊപ്പം ഒരു 0 ചേർത്താൽ മതി. ഇപ്പം 10 times 17 ആണെങ്കിൽ എന്ത് എഴുതണം? 170. ഇനി 10 times 25 ആണെങ്കിൽ എന്ത് എഴുതണം? 250. ഓക്കെ, അതായത് ഏത് നമ്പറിനെ നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അതിൻ്റെ ഒപ്പം ഒരു 0 ചേർത്താൽ മതി. ഓക്കെ. 11 times multiplication table. 11ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓർത്തു വയ്ക്കാനും വളരെ ഈസിയാണ്. 11 times 1 എന്താണ്? 1 1 11. 11 times 2 എന്താണ്? 2 2 22. 11 times 3 3 3 33. 11 times 4 4 4 44. 11 times 5 5 5 55. 11 times 6 6 6 66. 11 times 7 7 7 77. 11 times 8 8 8 88. 11 times 9 9 9 99. 11 times 10 എന്താണ്? നമ്മൾ ഇപ്പോൾ 10 times multiplication table പഠിച്ചല്ലേ ഉള്ളൂ. 11 times 10 എന്ത് വരും? 110. 11 times multiplication table ഓർത്തിരിക്കാൻ ഒരു എളുപ്പ വഴിയും കൂടെ ഉണ്ട്. അതിനു വേണ്ടിയിട്ട് 2 കോളംസും 10 റോസും ഉള്ള ടേബിൾ ആദ്യം വരയ്ക്കുക. ഇത് നമ്മുടെ കോളം 1, ഇത് നമ്മുടെ കോളം 2. ആദ്യം നമുക്ക് കോളം 2 ഫിൽ ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കിക്കേ. 1 2 3 4 5 6 7 8 9 10. ഇനി നമുക്ക് കോളം 1 ഫിൽ ചെയ്യാം. 1 2 3 4 5 6 7 8 9. ലാസ്റ്റ് കോളം മാത്രം വീണ്ടും 1. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 11 times 1 equal to 11. 11 times 2 equal to 22. 11 times 3 equal to 33. 11 times 4 equal to 44. 11 times 5 equal to 55. 11 times 6 equal to 66. 11 times 7 equal to 77. 11 times 8 equal to 88. 11 times 9 equal to 99. 11 times 10 equal to 110. Finished. 12 times multiplication table. 12 times table ഓർത്തു വയ്ക്കാൻ വളരെ എളുപ്പമാണ്. 12 times table പഠിക്കാൻ വേണ്ടിയിട്ട് 2 കോളംസും 10 റോസും ഉള്ള ഒരു ടേബിൾ ആദ്യം വരയ്ക്കണം. ഇതുപോലൊരു ടേബിൾ വരയ്ക്കണം. ഇത് നമ്മുടെ കോളം 1, ഇത് നമ്മുടെ കോളം 2.
ആദ്യം നമുക്ക് കോളം 2 ഫില്ല് ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കാം. 2 4 6 8 0. ഈ സെയിം പാറ്റേൺ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് ഫില്ല് ചെയ്യാം. 2 4 6 8 0. കോളം 2 ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കോളം 1 ഫില്ല് ചെയ്യാം. എങ്ങനെ ഫില്ല് ചെയ്യണമെന്ന് നോക്കിക്കേ. 1 2 3 4. 4 എത്തുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് നമുക്കിനി 5 വേണ്ട. 5നെ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് നമ്മളിനി 6 മുതൽ എഴുതാൻ പോവാണ്. 6 7 8 9 10. 10 എത്തുമ്പോൾ ഒന്നുകൂടെ ഒന്ന് നിർത്തണം. എന്നിട്ട് 11നെ നമ്മൾ വേണ്ടാന്ന് വെക്കണം. 11 വേണ്ട, സ്കിപ്പ് 11. Then write 12. 12 ടൈംസ് ടേബിൾ ആയി. നമുക്ക് ചെക്ക് ചെയ്യാം. 12 times 1 equal to 12. 12 times 2 equal to 24. 12 times 3 equal to 36. 12 times 4 equal to 48. 12 times 5 equal to 60. 12 times 6 equal to 72. 12 times 7 equal to 84. 12 times 8 equal to 96. 12 times 9 equal to 108. 12 times 10 equal to 120. Finished. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കാനുള്ള ട്രിക്സ് ഒക്കെ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നവരെ താങ്ക് യു, ടേക്ക് കെയർ ആൻഡ് ബൈ.